ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് പഴയ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. കുറേ വഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ അന്നെപ്പോഴോ ഞാൻ ക്യൂടെക്സ് വെച്ചിട്ട് അടിച്ചു കൊടുത്താണ് ഈ ഒരു പെയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ മുകളിൽ ഇതുപോലെ വൈറ്റ് പെയിൻ്റ് അടിച്ച് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു കോട്ട് അടിച്ച് നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം വീണ്ടും ഒരു കോട്ടും കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയേക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോഴേ നിങ്ങളിൽ ആരെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ പോസ്റ്റ് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ നെയിമും കൂടി അവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് 2 കോട്ടടിച്ച് നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഒഴിഞ്ഞ പേനയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെറി ഫ്രൂട്ടാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ധാരാളമാണ്. അപ്പോൾ ആദ്യമേ ഞാൻ വിചാരിച്ചത് ബഡ്സ് ഉപയോഗിച്ച് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ അത് തീരെ ചെറുതായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വലുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് മെല്ലെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുക്കിൽ ചിലപ്പോൾ കുമ്മള പോലെ വരാൻ സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല, ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 4 വശത്ത് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതുപോലെ ഒരു സ്കെച്ച് വെച്ചിട്ട് ആദ്യമേ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം. തണ്ടും ഇലകളും ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. അപ്പോഴാണ് എനിക്കൊരു അമളി പറ്റിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാമറ ഓഫായി പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ മെമ്മറി ഫുള്ളായത് കാരണം ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ ഭാഗം ഇതിലില്ല കേട്ടോ. പക്ഷേ ഫൈനൽ ലുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കഴിയുമെങ്കിൽ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.